ഹലോ ഫ്രണ്ട്സ്, സീടെക് ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് വന്നിരിക്കുന്നത് വെസ്റ്റേണിൻ്റെ ഒരു LED TV ആണ്. ഡിസ്പ്ലേ ഇല്ല, സൗണ്ട് ഓക്കെയാണ്, അതാണ് കംപ്ലൈൻറ്റ്. നമുക്ക് നോക്കാം, ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. പവർ കുത്തിയിട്ടുണ്ട്, സ്റ്റാൻഡ് ബൈ ലൈറ്റ് വന്നു, സ്റ്റാൻഡ് ബൈ ലൈറ്റ് വന്നിട്ടുണ്ട്. സ്വിച്ച് ഞെക്കി നമുക്ക് സ്റ്റാൻഡ് ബൈ ഒന്ന് റിലീസ് ചെയ്യാം. ഒക്കെ സ്റ്റാൻഡ് ബൈ റിലീസ് ആയിട്ടുണ്ട്. പാനലിൽ വെട്ടം വന്നു, ബാക്ക് ലൈറ്റ് കത്തിയിട്ടുണ്ട്, പക്ഷേ ഡിസ്പ്ലേ ഇല്ല. പാനലിൽ നമുക്ക് വെട്ടം കാണാൻ പറ്റും, പക്ഷേ ഡിസ്പ്ലേ ഇല്ല. അപ്പോൾ ഇത് പാനൽ കംപ്ലൈൻ്റ് ആണ്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം എന്താ കംപ്ലൈൻ്റ് എന്ന്. വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ TV ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പാനൽ LSC 320 AN ടൺ എന്ന് പറഞ്ഞ പാനലാണിത്. LSC 320 AN ടൺ. ഇനി നമുക്ക് പാനലിൻ്റെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ആദ്യം നമുക്ക് പാനലിൻ്റെ 12 വോൾട്ട് വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അതിനാണ് ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. TV ഓൺ ചെയ്ത് അതിൻ്റെ സ്റ്റാൻഡ് ബൈ ലൈറ്റ് കത്തിയിട്ടുണ്ട്. സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്യാം. സ്റ്റാൻഡ് ബൈ റിലീസ് ആയിട്ടുണ്ട്. മീറ്റർ നമുക്ക് DC 200 സെറ്റ് ചെയ്യാം. ആദ്യം പാനലിൻ്റെ 12 വോൾട്ട് വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഓക്കെ, പാനലിന് 12 വോൾട്ട് വരുന്നുണ്ട്. 12.2 വോൾട്ട് ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, 12.6 വോൾട്ട് പാനലിൻ്റെ വോൾട്ടേജ് കൃത്യമായിട്ട് വരുന്നുണ്ട്. അടുത്ത വിയോൺ വോൾട്ടേജ് ഇല്ല, അവിടെ നമുക്ക് വോൾട്ടേജ് ഇല്ല, 0 ആണ്. അടുത്ത നമ്മുടെ 3.3 വോൾട്ട് ഓക്കെയാണ്. 3.4 വോൾട്ട് ഓക്കെയാണ്. ഓക്കെ, നമ്മുടെ ഒരു 1.8 വോൾട്ട് ഉണ്ട്, അതുകൂടെ ഓക്കെ ആണോ എന്ന് നോക്കണം. ഇതാണ് 1.8. ഓക്കെ, 1.8 1.9 വോൾട്ട്, അത് ഓക്കെയാണ്. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ DC to DC IC വർക്കിംഗ് ആണ് എന്ന് നമുക്കൊന്ന് നോക്കണം. DC to DC IC വർക്കിംഗ് ആണെങ്കിൽ CKV കംപ്ലൈൻ്റ് ആണ്. നമ്മുടെ DC to DC IC വർക്കിംഗ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സെറ്റ് ഓഫ് ചെയ്തിട്ടൊന്ന് ഓൺ ചെയ്ത് നോക്കണം. നമ്മുടെ V1 പോയിന്റിൽ നമ്മൾ മീറ്ററിൻ്റെ പോസിറ്റീവ് പ്രോബ് വെച്ചിട്ട് നമ്മൾ TV ഒന്ന് ഓൺ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കൊരു വോൾട്ടേജ് അവിടെ വേരി ആയി പോകുന്നുണ്ടെങ്കിൽ, അതായത് വന്നിട്ട് പോകുന്നുണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് കാണാൻ പറ്റും. മീറ്റർ ശ്രദ്ധിച്ചാൽ മതി. സെറ്റ് നമ്മൾ സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ അവിടെ വോൾട്ടേജ് വന്നിട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ DC to DC IC വർക്കിംഗ് ആണ്, CKV കംപ്ലൈൻ്റ് ആണ്. ഞാൻ സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്യാൻ പോവുകയാണ്. മീറ്ററിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ വോൾട്ടേജ് വന്നിട്ട് പോകുന്നുണ്ടോയെന്ന്. എങ്കിൽ നമ്മുടെ DC to DC IC വർക്കിംഗ് ആണ്. സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്യാൻ പോകും. സ്റ്റാൻഡ് ബൈ റിലീസ് ആയിട്ടുണ്ട്. ഓക്കെ, 4.1 വോൾട്ട് അവിടെ വന്നിട്ട് പോയി. അപ്പോൾ നമ്മുടെ DC to DC IC ഓക്കെ ആണ്, അത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് CKV കംപ്ലൈൻറ്റ് തന്നെയാണ്, നമുക്ക് കൺഫേം ചെയ്യാം. ഇനി നമുക്ക് CKV കട്ട് ചെയ്ത് നമ്മുടെ ഷോർട്ടിങ് നമുക്ക് ഒഴിവാക്കണം. അപ്പോൾ ഞാൻ CKV പോയിന്റുകൾ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ഒപ്പം ബെൽ ബട്ടണും അമർത്തണം. ലേറ്റസ്റ്റ് വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. ഈ 4 പ്രിൻ്റാണ്. ഒരു ലെഫ്റ്റ് സൈഡ് CKV 1 2 3 4.
ആ 4 എണ്ണമാണ് നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള CKV ലൈൻ. അത് കഴിഞ്ഞിട്ട് അടുത്ത റൈറ്റ് സൈഡിലെ CKV ലൈൻ ഈ 1 2 3 4 ആ 4 എണ്ണമാണ്. ആ നിങ്ങളുടെ ക്യാമറയിൽ നിന്ന് റൈറ്റ് സൈഡിൽ നിന്ന് രണ്ടാമത്തത് തൊട്ട് 4 എണ്ണം, ആ 4 എണ്ണമാണ് CKV, ആ റൈറ്റ് സൈഡിലെ CKV ആയിട്ട് വരുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ ലെഫ്റ്റ് സൈഡിലെ CKV കട്ട് ചെയ്യാം. അധികം കംപ്ലൈൻറ്റ് കണ്ടുവരുന്നത് ഈ ലെഫ്റ്റ് സൈഡ് CKVയിലാണ്. അതുകൊണ്ട് ആദ്യം അത് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് പടം വന്നില്ലെങ്കിൽ നമ്മൾ തിരിച്ച് സോൾഡർ ചെയ്തിട്ട് റൈറ്റ് സൈഡ് കട്ട് ചെയ്യേണ്ടി വരും. ആദ്യം തന്നെ ആ 4 പ്രിൻ്റുകൾ കട്ട് ചെയ്യാണ്. ഓക്കെ, 4 പ്രിൻ്റുകൾ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 4 പ്രിൻ്റുകൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലെ CKV ലൈൻസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സെറ്റ് ഓൺ ചെയ്ത് നോക്കണം. ഇപ്പോൾ മീറ്റർ DC 200 ഇട്ടിട്ടുണ്ട്. സെറ്റ് ഓൺ ചെയ്തു. നമ്മുടെ വ്യൂ ഓൺ വോൾട്ടേജ് വന്നോ എന്ന് നോക്കണം. വന്നാൽ നമ്മുടെ TV റെഡി ആയിട്ടുണ്ട്. സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്തു. നമ്മൾ VGH വോൾട്ടേജ് നോക്കാം. വോൾട്ടേജ് വന്നിട്ടില്ല, 0 വോൾട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ 0 വോൾട്ടാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കംപ്ലൈൻറ്റ് മാറിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലെ കട്ട് ചെയ്ത CKVകൾ തിരിച്ച് സോൾഡർ ചെയ്യണം. സോൾഡർ ചെയ്തിട്ട് റൈറ്റ് സൈഡിലെ CKV കട്ട് ചെയ്യണം. അപ്പോൾ അവിടെ റൈറ്റ് സൈഡിലാണ് ഷോർട്ടിങ്. അപ്പോൾ നമുക്കിനി അത് ചെയ്യാം. ഞാൻ ഈ ലെഫ്റ്റ് സൈഡിലെ CKV ലൈൻസ് എല്ലാം തിരിച്ച് സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ റൈറ്റ് സൈഡിൽ കട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ വേണ്ട ഈ റൈറ്റ് സൈഡിലെ CKV ലൈൻസ് 4 എണ്ണം കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ 4 ലൈൻ. 1 2 3 4 4 പ്രിൻ്റാണത്. 4 പ്രിൻ്റ് നമ്മളിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് TV ഓൺ ചെയ്ത് നമ്മുടെ VGH വോൾട്ടേജ് വന്നോ എന്ന് നോക്കണം. ഈ പാനലിൽ V1 എന്നാണ് എഴുതിയേക്കുന്നത്, അത് VGH ആണ്. നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. നമുക്ക് സെറ്റ് ഓൺ ചെയ്തിട്ടുണ്ട്. വോൾട്ടേജ് ഒന്ന് നോക്കണം. സ്റ്റാൻഡ് ബൈ റിലീസായി. ഓക്കെ, ബാക്ക് ലൈറ്റ് കത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ V1 വോൾട്ടേജ് 32 വോൾട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ AVDD വോൾട്ടേജ് ആണത്, 13 വോൾട്ട്. ഓക്കെ ആണ്. അപ്പോൾ നമ്മുടെ സെറ്റ് ഓക്കെ ആയിട്ടുണ്ട്. ഞാൻ സ്ക്രീൻ നിങ്ങളെ കാണിക്കാം. നോ സിഗ്നൽ വന്നിട്ടുണ്ട്, ഡിസ്പ്ലേയിൽ വന്നിട്ടുണ്ട് നോ സിഗ്നൽ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതോടൊപ്പം ഈ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.